ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ശിവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് കൂവളത്തിൻ്റെ കഥ കൂടെ കേൾക്കാമല്ലേ? വിവാഹം കഴിഞ്ഞ ശേഷവും ലക്ഷ്മി ദേവിക്ക് വിഷ്ണു ഭഗവാന്റെ ഹൃദയത്തിൽ ഇരുപ്പുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇത് ദേവിയെ ദുഃഖത്തിലാഴ്ത്തി. ദേവി ഇതിൻ്റെ കാരണം ഭഗവാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും, ദേവി, എൻ്റെ ഹൃദയത്തിൽ സദാ നേരവും മഹാദേവനുണ്ട്. അദ്ദേഹം ഒരു ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ മറ്റൊന്നും തന്നെ ആ ഹൃദയത്തിൽ കടന്നുകൂടുകയില്ല. മഹാദേവന്റെ തേജസ് വാക്കുകൾക്ക് അപ്പുറമാണ് എന്ന് പറയും. ഇതും കൂടെ കേട്ടപ്പോൾ ദേവിയുടെ ദുഃഖം ഇരട്ടിയായി. ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ എന്താണ് ഭാര്യയുടെ ഗതി? ദേവിയുടെ ദുഃഖം കണ്ടപ്പോൾ മഹാവിഷ്ണു പറയും, മഹാദേവൻ സമ്മതിച്ചാൽ ഒരു പക്ഷേ ദേവിയുടെ ആഗ്രഹം നടക്കും എന്ന്. മഹാലക്ഷ്മി അടുത്ത ശുഭദിനത്തിൽ തന്നെ ശിവപൂജ ആരംഭിക്കും. എന്നാലോ ഫലം നിരാശയായിരുന്നു കേട്ടോ. മഹാദേവന്റെ ദർശനം കിട്ടാത്ത ലക്ഷ്മി ദേവി തുടർന്ന് ഒരു യജ്ഞം തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ്. യജ്ഞത്തിൽ ദേവി തൻ്റെ കൈകൾ ഓരോന്നായി ഹോമിച്ചു. തൻ്റെ 3 കൈകളും നഷ്ടമായപ്പോൾ ദേവി സ്വയം ഒരു ഹോമദ്രവ്യമാകുവാൻ തീരുമാനിക്കും. ഇത് മനസ്സിലാക്കിയ മഹാദേവൻ ദേവിയെ തടയുകയും ദേവിക്ക് വിഷ്ണു ഭഗവാന്റെ ഹൃദയത്തിൽ വസിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. തുടർന്ന് യജ്ഞത്തിൽ ഹോമിക്കപ്പെട്ട 3 കൈകളും തിരികെ നൽകി ദേവിയെ അനുഗ്രഹിച്ചു. അതേസമയം യജ്ഞത്തിൽ നിന്നും ഒരു വൃക്ഷം ഉയർന്നു വരികയും ചെയ്തു. അതാണ് കൂവളമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൻ്റെ ആഗ്രഹം സാധിപ്പിച്ച മഹാദേവനോടുള്ള നന്ദി സൂചകമായി ആര് കൂവളത്തെ മഹാദേവനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ ദാരിദ്ര്യവും ഞാൻ അകറ്റുമെന്ന് ദേവി വാക്ക് നൽകി. മഹാദേവനാകട്ടെ ആരാണോ ദേവിയുടെ 3 കൈകൾക്ക് പ്രതിരൂപമായി കൂവളത്തിൻ്റെ 3 ഇലകൾ കൊണ്ട് തന്നെ പൂജിക്കുന്നത് അവൻ്റെ 3 ജന്മത്തെ പാപങ്ങൾ നശിപ്പിക്കുമെന്ന് തിരിച്ചും വാക്ക് നൽകി. ഇന്നും ആ വാക്കുകൾ രണ്ടുപേരും പാലിച്ചു പോരുന്നു. കഥ തീർന്നിട്ടില്ല കേട്ടോ. മഹാദേവൻ ദേവിക്ക് ഹൃദയത്തിൽ വസിക്കാൻ അനുമതി നൽകിയതും വിഷ്ണുദേവൻ അസ്വസ്ഥനായി. തന്നെ ഈ മാനസിക സംഘർഷണങ്ങളിൽ നിന്നും മുക്തനാക്കണേ എന്ന് മഹാദേവനോട് ആവശ്യപ്പെടും. ഭഗവാൻ സ്വയംഭൂലിംഗമായി വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമാകുകയും ചെയ്യും. അന്നു മുതൽ ഭഗവാൻ തൻ്റെ വാസസ്ഥലത്ത് സർവ്വനേരവും മഹാദേവൻ വസിക്കുന്ന സ്വയംഭൂ ശിവലിംഗത്തെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. ലക്ഷ്മി ദേവി ഇരിക്കുന്ന 5 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. താമരപ്പൂവ്, കൂവളം ഇല, ആനകളുടെ നെറ്റി, പശുവിൻ്റെ പിൻഭാഗം, മനുഷ്യൻ്റെ വിരലറ്റം. ഇതാണ് കൂവളത്തിനെ പറ്റിയുള്ള ചെറിയൊരു കഥ. എല്ലാ മിത്രങ്ങൾക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശിവാർപ്പണമസ്തു.